ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ശ്രീ മുത്തപ്പ മടപ്പുരയിലാണ് കേട്ടോ ഉള്ളത്. ചീമേനിയാണ് കേട്ടോ. ചീമേനി ശ്രീ മുത്തപ്പ മടപ്പുരയാണ് കേട്ടോ. പുത്തരി വെള്ളാട്ടാണ്. അപ്പോൾ പുത്തരി വെള്ളാട്ടത്തിന് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം കുട്ടികളെയും കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ. കുട്ടികൾക്ക് കാണണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനും കുറേ ആയി മുത്തപ്പനെ കണ്ടിട്ടൊന്ന് തൊഴുതിട്ടൊക്കെ. അപ്പോൾ മുത്തപ്പനെ കണ്ടൊന്ന് തൊഴുതൊക്കെ പോവാന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ. മുത്തപ്പൻ ഇറങ്ങിയിട്ടുണ്ട്, മുടി വെക്കുന്നുണ്ട് കേട്ടോ. മുടി വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേനും തെയ്യം തുടങ്ങാൻ ഉള്ള നേരമായി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചടങ്ങൊന്നും അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും എന്ന് വിചാരിക്കണു. എന്ന് വിചാരിച്ചാൽ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തല്ലേ ഉള്ളൂ ഇങ്ങനെ തെയ്യം കെട്ടിയാടിക്കലും ഇതൊക്കെ. മറ്റ് അമ്പലങ്ങളിലും അങ്ങനെയല്ലേ ഉള്ളൂ. തെയ്യം ആയിട്ടിങ്ങനെ കെട്ടി ആടിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അവർക്കൊന്നും അത് അറിയണ്ടാവില്ല എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ തെയ്യക്കോലങ്ങൾ കെട്ടി ആടിക്കുന്നത് കാണാനുള്ള ആകാംക്ഷ അങ്ങനെ കാണാത്തവരിൽ ഉണ്ടാവും എന്നുള്ളത് എനിക്കൊരു ഇതുണ്ട് കേട്ടോ. ഉണ്ടാവുമായിരിക്കുമല്ലേ, നിങ്ങൾക്ക് ഉണ്ടാവൂലേ? ഞങ്ങൾക്കിപ്പോൾ ഇവിടെ കെട്ടിയാടിക്കുന്നതുകൊണ്ട് തന്നെ കെട്ടിയാടിക്കുമ്പോൾ അത് തൊഴുത് എന്തൊക്കെയോ പറയും കേട്ടോ. തെയ്യം നമ്മളെ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ് കേട്ടോ. പറഞ്ഞ് നമുക്ക് പറയാനുള്ളത് മുത്തപ്പനോടും പറയാം, മുത്തപ്പന് പറയാനുള്ളത് ഞങ്ങളും കേൾക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. എന്നിട്ട് തന്നെ നമുക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടും കേട്ടോ. മുത്തപ്പനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടും കേട്ടോ മനസ്സിന്. നിങ്ങൾ തെയ്യം കണ്ടു എന്ന് വിചാരിക്കണു. ഞാൻ ഇച്ചിരി സമയം കൂടെ ഞാൻ ഇനി വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങളെ തെയ്യം ചെണ്ട കൊട്ടോട് കൂടിയിട്ടുള്ള കാണിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത്രയും ഞാൻ വീഡിയോ ഇതാക്കിയത്. അപ്പോൾ ഇനിയിപ്പോൾ ചോറ് ഉണ്ട് കേട്ടോ. ചോറ് വയ്ക്കണം കേട്ടോ. ചോറ് വയ്ക്കാൻ കുട്ടികളൊക്കെ ഇങ്ങനെ ഒച്ചപ്പാടാക്കി തുടങ്ങി. വിചാരിച്ചാൽ വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ഒച്ചയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം നിന്നിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മുത്തപ്പനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരാശ്വാസം കിട്ടാറുണ്ട് കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. മുത്തപ്പനെ തോന്നുന്ന ഏകദേശം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്കൊരാശ്വാസം, നമ്മളെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ മുത്തപ്പനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവും കേട്ടോ.